കേസിലൊക്കെ പെട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഒരു മനുഷ്യനോടും സത്യം പറയാതെ ഒരു മനസ്സാക്ഷിയും ഇല്ലാത്തവനായിരുന്നു. അതുകൊണ്ട് എൻ്റെ പാപം മുഴുവനായി ദൈവം ക്ഷമിക്കില്ല എന്ന് പറഞ്ഞു. എന്നെ കണ്ട ആ സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, തൻ്റെ കയ്യിലിരുന്ന ബൈബിൾ തുറന്ന് എന്നെ ഇങ്ങനെ വായിച്ച് കേൾപ്പിച്ചു. ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവെങ്കിലേക്ക് തിരിയട്ടെ, അവനവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ, അവനോട് ധാരാളം ക്ഷമിക്കുമെന്നുള്ള ആ ദൈവവചനം എൻ്റെ ജീവിതത്തിൽ ഞാൻ അന്ന് വരെയും കേട്ടിട്ടുള്ളതിൽ നിന്നും എന്നെ ഒരു വലിയ ദൈവഭയത്തിന് അർഹനാക്കുകയും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനി നന്നായിട്ട് ജീവിക്കുമെന്ന് ഞാൻ ആ സഹോദരനോട് പറയുവാൻ അത് മുഖാന്തരമാകുകയും പിറ്റേ ദിവസം ജയിലിൽ വെച്ച് എനിക്ക് ഈ ബൈബിൾ ലഭിക്കുകയും ഈ ബൈബിൾ കിട്ടിക്കഴിഞ്ഞുടനെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവായ യേശുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുകയും എൻ്റെ ജീവിതത്തിൽ അതൊരു വലിയ മാറ്റത്തിനും എൻ്റെ ജീവിതത്തിൽ അത് ഒരു പൂർണ്ണ സന്തോഷത്തിനും കാരണമായി ഞാൻ ആ ദൈവത്തിൻ്റെ യേശുവിൻ്റെ മുമ്പിൽ ആ ജയിലിൽ വെച്ച് ഒരു സമർപ്പണം ചെയ്തു. ഇനി ഞാൻ എൻ്റെ നാവ് കൊണ്ട് കള്ളം പറയില്ല, ഇനി അന്യായമായതൊന്നും ഞാൻ തൊടുകയില്ല, ഇനി ഞാൻ സത്യമായിട്ട് ജീവിക്കും. എൻ്റെ യേശു അങ്ങനെ എന്നെ നടത്തണം എന്ന് ഞാൻ അവിടെ വെച്ചൊരു സമർപ്പണം എടുത്തു. അങ്ങനെ ജയിലിൽ ഞാൻ കൂടുതൽ സന്തോഷമുള്ളവനായിട്ട് മാറി. എൻ്റെ ജയിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എനിക്ക് ഞാൻ കണ്ടെത്തിയ ദൈവം എന്നെ ഒരു നിത്യതയിലേക്ക് എത്തിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് ഞാൻ എങ്ങനെ ജീവിച്ചാലും എൻ്റെ ജീവിതം ഒരു നിത്യതയിലെത്തുമെന്നുള്ള ആ ഒരു വിശ്വാസം എന്നിൽ ജയിലിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളതാക്കി തീർത്തു. അങ്ങനെ ഞാൻ ജയിലിൽ ഈ ബൈബിളുമായി ഏറ്റവും സന്തോഷമുള്ളവനായിട്ട് എൻ്റെ ജീവിതം ഇത് വായിച്ചപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കണ്ടു, തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ഞാനത് അന്വേഷിച്ചപ്പോൾ ഞാൻ ദൈവത്തോടും മനുഷ്യനോടും എൻ്റെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, അവരോട് സത്യം പറഞ്ഞിട്ടില്ലെങ്കിൽ അതാണ് എൻ്റെ ലംഘനങ്ങളെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ എല്ലാ കേസിനും, എൻ്റെ ശിക്ഷിച്ചിരുന്ന 40 വർഷത്തെ ശിക്ഷയുള്ള എല്ലാ കേസിനും എൻ്റെ എല്ലാ കോടതികളിലും ഞാൻ കുറ്റം തുറന്ന് സമ്മതിച്ചു. ആ കോടതി വിചാരിച്ചു എനിക്കെന്തോ മാനസികമായിട്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് 3 ഇരട്ടി ശിക്ഷ കിട്ടാവുന്ന ശിക്ഷയായിരുന്നു. എന്നാൽ 3.5 വർഷം എൻ്റെ ശിക്ഷ കുറ്റം ഞാൻ സമ്മതിച്ചിട്ടും ജയിലിൽ കിടക്കേണ്ടി വന്നു. എന്താണെന്ന് വെച്ചാൽ ആ ജഡ്ജിയുടെ ഹൃദയത്തിൽ 3.5 വർഷം കഴിഞ്ഞാണ് എൻ്റെ ദൈവം, എൻ്റെ യേശു ഇടപെട്ടത്. ആ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് വരെ അനുഭവിച്ചിരുന്ന 4.5 വർഷത്തെ ശിക്ഷ മതിയെന്ന് പറഞ്ഞുകൊണ്ട് 2004 11-ാം മാസം 1-ാം തീയതി എന്നെ എന്നേക്കുമായി പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും എൻ്റെ യേശു എന്നെ വിടിയിച്ചു. ഈ തിരുവചനം ഞാൻ വായിച്ചപ്പോൾ ഇങ്ങനെ കാണുന്നു, ദൈവം സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിച്ചിട്ടുമില്ല. പിന്നീടുള്ള എൻ്റെ അനുഭവങ്ങൾ അങ്ങനെയായിരുന്നു. എൻ്റെ ദേശത്ത് ഞാനൊരു സാക്ഷിയായി തീർന്നു. എൻ്റെ ദേശം, എന്നെ അറിയുന്നവരെല്ലാവരും പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചു. ഞാൻ ഒരു ദൈവഭയമുള്ളവനായിട്ട് ജീവിക്കുന്നത് അവർക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. എന്നെ വെറുത്തിരുന്നവരെല്ലാവരും എന്നെ സ്നേഹിക്കുവാനായിട്ട് ഇടയായി. യേശുവിനെ അറിഞ്ഞ ആ നിമിഷം മുതൽ ഇന്ന് വരെയും പിന്നീട് എന്നെ ആരും ഒന്നിനും എന്നെ ഉപദ്രവിച്ചിട്ടില്ല. പിന്നെ എൻ്റെ ജീവിതം അനുഗ്രഹമുള്ളതായി മാറി. ഒരു മാന്യമായ കുടുംബത്തിൽ നിന്നും സ്വർഗത്തിലെ ദൈവം എനിക്കൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുവാൻ ഭാഗ്യം തന്നു. അങ്ങനെ ഒരു നല്ല ഒരു ജീവിത പങ്കാളിയെ ദൈവം എനിക്ക് തന്നു. ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഞങ്ങൾക്ക് നല്ല ഒരു മിടുക്കനായ ഒരു ആൺപൈതലിനെ ദൈവം തന്നു. ഇന്ന് ആലപ്പുഴയിൽ ഏറ്റവും സന്തോഷമുള്ളൊരു ജീവിതം ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. എൻ്റെ യേശു എന്നെ ഇന്ന് ജയോത്സവത്തിൽ നടത്തുന്നു. എൻ്റെ യേശുവിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിയുകയും
എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്തത് മുതൽ എൻ്റെ ജീവിതത്തിന് മാറ്റങ്ങൾ വന്നു. യേശുവിന് മാത്രമേ എൻ്റെ ജീവിതത്തെ മാറ്റുവാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. ഈ ലോകത്തിലെ മറ്റൊന്നിനും സാധ്യമല്ലെന്ന് എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. എൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും എൻ്റെ ശീലമായി മാറുകയാണ് ചെയ്തത്. പുകവലി എൻ്റെ ശീലമായി മാറി, മദ്യപാനം എൻ്റെ ശീലമായി മാറി, മോഹം എൻ്റെ ശീലമായി മാറി, അത്യാഗ്രഹം എൻ്റെ ശീലമായി മാറി. അങ്ങനെ ജീവിതത്തിൽ മനസ്സാക്ഷിയില്ലായ്മ എൻ്റെ ശീലമായി മാറി. എന്നാൽ എൻ്റെ ശീലത്തെ ആർക്കും മാറ്റുവാൻ ഈ ലോകത്തിൽ ഒരു മരുന്നും കിട്ടാതെ ഇരുന്നപ്പോൾ എൻ്റെ യേശു എൻ്റെ ശീലത്തെ മാറ്റി. എൻ്റെ എല്ലാ സ്വഭാവങ്ങളെയും എൻ്റെ യേശു മാറ്റി. യേശുവിന് മാത്രമേ മനുഷ്യൻ്റെ സ്വഭാവത്തെ മാറ്റുവാനായിട്ട് സാധിക്കത്തുള്ളൂ. മനുഷ്യൻ്റെ എല്ലാ അവസ്ഥയിൽ നിന്നും മനുഷ്യനെ വിടുവിക്കുവാൻ യേശുവിന് മാത്രമേ ശക്തിയുള്ളൂ. യേശു അറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ രോഗത്തിൽ നിന്നും അവൻ്റെ ശീലിച്ചു പോയ സ്വഭാവങ്ങളിൽ നിന്നും മാറ്റം കിട്ടുകയുള്ളൂ. അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിച്ചറിയുവാൻ സാധിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ശീലമായി പോവുകയോ നിങ്ങൾക്കത് മാറ്റുവാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണോ, എൻ്റെ യേശുവിലേക്ക് നിങ്ങളെ ഒന്ന് പൂർണ്ണമായി ഒന്ന് സമർപ്പിച്ചു കൊടുക്കൂ. ഇത്രയും കഠിനഹൃദയനായിരുന്ന എന്നെ രക്ഷിച്ച, എന്നെ നേർവഴിക്കാക്കിയ, എന്നെ എല്ലാവരും സ്നേഹിക്കുവാൻ തക്കവണ്ണം ലോകത്തിൽ ആക്കി തീർത്ത എൻ്റെ യേശുവിന് നിങ്ങളെയും എത്രയധികം സ്നേഹിക്കുവാനും നിങ്ങളുടെ ഏത് വിഷയത്തിൽ നിന്നും നിങ്ങളെ വിടുവിക്കുവാനും എത്രയധികം സാധിക്കും. ആ യേശുവിലേക്ക് നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.